ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 2026 പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ജനുവരി മാസത്തിൽ നീല വെള്ള കാർഡുകാർക്ക് അരിവിഹിതത്തിനു പുറമെ മറ്റ് 2 സാധനങ്ങൾ കൂടി ലഭിക്കുമെന്നതാണ് ഒരു പ്രത്യേകത. ജനുവരി 1 വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് പതിവ് പോലെ അവധിയായിരിക്കും. കൂടാതെ മന്നൻ ജയന്തി പ്രമാണിച്ച് ജനുവരി 2 വെള്ളിയാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അതിനാൽ 2026 ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി 3 ശനിയാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടറിലെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് മണ്ണെണ്ണ വിഹിതം അനുവദിച്ചിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ കാലയളവിൽ ലഭിക്കുക. വൈദ്യുതിയില്ലാത്ത വീടുകളിലേക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ജനുവരി മാസത്തിൽ ലഭിക്കുന്ന അരിവിഹിതം നോക്കാം. അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡുകാർക്ക് ജനുവരി മാസത്തിൽ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHS പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. 4 അംഗങ്ങളിൽ താഴെയുള്ള കാർഡുകൾക്ക് ഗോതമ്പിന് പകരം ആട്ട മാത്രമായിരിക്കും ലഭിക്കുക. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഈ മാസം നീല റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരിവിഹിതം ഇല്ല. നീല റേഷൻ കാർഡിന് അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുമെന്നതാണ് ഈ മാസത്തെ പ്രത്യേകത. പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസം 10 കിലോ അരി ലഭിച്ച വെള്ള കാർഡുകാർക്ക് ജനുവരിയിൽ വെറും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുക. വെള്ള റേഷൻ കാർഡുകാർക്കും അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അപ്പോൾ ജനുവരിയിൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അരിവിഹിതം കുറഞ്ഞിരിക്കുകയാണ്. പൊതുവിഭാഗം സ്ഥാപനം റൗണ്ട് റേഷൻ കാർഡിന് 2 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. ജനുവരി മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇത്തരത്തിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.